ഇതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാതെ ഞാൻ പറയാം. ഇതൊരു വെജിറ്റേറിയൻ ഹണി ചില്ലിയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം നമുക്ക് പൊട്ടറ്റോ എടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം അതിനെ നമുക്ക് നമ്മുടെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളവും ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം അതിനെ നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിൽ നിരത്തി അങ്ങ് ഇടാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ ബാറ്ററിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് എല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഇട്ടിട്ട് ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് തന്നെ ജിഞ്ചർ ആഡ് ചെയ്യാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തൊന്ന് വാടി വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അതൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അല്പം വിനെഗർ കൂടി ആഡ് ചെയ്യാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഹണി ചേർക്കാം. ഹണിയോടൊപ്പം തന്നെ വൈറ്റ് എള്ളും അതുപോലെ തന്നെ അല്പം സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.